ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മൾ MLT പോർഷനിലെ ബേസിക് ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം കുറെ ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് ഒക്കെ എങ്ങനത്തെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ നമുക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. അതിൽ നമ്മൾ പ്രധാനമായും നോട്ട് ചെയ്യേണ്ട 3 കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് കട്ട്സ്, പിന്നെ ഒന്ന് വൂൺസ്, പിന്നെ ബ്രൂസസ്. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ ബേസിക് ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്? ആദ്യം തന്നെ ഫസ്റ്റ് എയ്ഡ് പേര് പോലെ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന സഹായത്തിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് മൈനർ ഇഞ്ചുറി ആയിക്കോട്ടെ, സീരിയസ് ഇഞ്ചുറി ആയിക്കോട്ടെ, മൈനറോ മേജറോ എന്നുള്ളതല്ല അതിന്റെ കാര്യം. നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൊടുക്കുന്ന ആ ഇമ്മീഡിയറ്റ് കെയറിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ഫർദർ ഇഞ്ചുറീസ് വല്ലതും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ, ജീവൻ തന്നെ സംരക്ഷിക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോ ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്ന സമയത്ത് അവരുടെ ജീവൻ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാതെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമുക്ക് ലൈഫ് പ്രിസർവ് ചെയ്യാൻ, കുറച്ചുകൂടെ റിക്കവറി ഫാസ്റ്റ് ആക്കാൻ, ഭേദപ്പെട്ട് വരുന്ന സമയം ഫാസ്റ്റ് ആക്കാൻ, അതുപോലെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് എയ്ഡ് കൊണ്ട് നിൽക്കുകയല്ല വേണ്ടത്, ആ വ്യക്തിയെ അടുത്തുള്ള നിയറസ്റ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് എയ്ഡിൽ കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് ഗിവൻ ടു എനി പേഴ്സൺ വിത്ത് എയ്തർ എ മൈനർ ഓർ എ സീരിയസ് ഇൽനസ് ഇഞ്ചുറി. എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ? അതിനെയാണ് നമ്മൾ ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത്. ഡു ഫസ്റ്റ് തിങ്സ് ക്വിക്ക്ലി, ക്വൈറ്റ്ലി ആൻഡ് വിത്തൗട്ട് ഫസ്റ്റ് ഓർ പാനിക്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്നായിരിക്കണം. ഒരുപാട് ആലോചിച്ച് സമയമെടുത്തിട്ടല്ല ഒരിക്കലും ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത്. അതുപോലെ ക്വൈറ്റ്ലി, വളരെ ബഹളം വെച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. ആൻഡ് വിത്തൗട്ട് പാനിക്, ഒരു ടെൻഷനോ അല്ലെങ്കിൽ പേടിയോ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം. നമ്മളാണ് കൊടുക്കുന്നത്, ആ വ്യക്തിക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ വളരെ ധൈര്യത്തോടു കൂടി വളരെ പെട്ടെന്ന്, വളരെ കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാതെ ചെയ്യാം. ആദ്യം തന്നെ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആദ്യം ശ്രമിക്കുക. കാരണം കൂടുതൽ രക്തം വാർന്നു പോവുകയാണെങ്കിൽ അതുവഴി ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ എല്ലാ കഴിവും ഉപയോഗിച്ച് മാക്സിമം ട്രീറ്റ് ചെയ്യേണ്ട കാര്യമല്ല ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. വളരെ മിനിമം ആയിട്ട് ലൈഫ് സേവ് ചെയ്യാനും അല്ലെങ്കിൽ റിക്കവറി ഫാസ്റ്റ് ആക്കാനും വേണ്ടിയിട്ടുള്ള വളരെ മിനിമം മാത്രമേ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കില്ല് കാണിക്കേണ്ട ഒരു സമയമല്ല അതെന്ന് പറയുന്നത്. വളരെ മിനിമം ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ സംരക്ഷിക്കുക. പിന്നെ ക്രൗഡിനെ റിമൂവ് ചെയ്യുക, തിരക്ക് മാറ്റുക, ആൾക്കാരെ ഒരിക്കലും വിളിച്ചു കൂട്ടുകയോ അങ്ങനെ ചെയ്യരുത്. മാക്സിമം ക്രൗഡ് റിമൂവ് ചെയ്യുക. അതുപോലെ അനാവശ്യമായിട്ട് എവിടെന്നും ക്ലോത്ത്സ് ഒന്നും റിമൂവ് ചെയ്യാതിരിക്കുക. പിന്നെ മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെയാണ് ആ പേഴ്സണെ അടുത്തുള്ള ഹെൽത്ത് കെയർ സെന്ററിലേക്ക് വളരെ സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇത്രയുമാണ് ഫസ്റ്റ് എയ്ഡിന്റെ ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ നമുക്ക് എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ കേസാണ് വൂണ്ട്. എന്താണ് വൂണ്ട് എന്ന് പറയുന്നത്? ആൻ ഇഞ്ചുറി ടു ദ സോഫ്റ്റ് ടിഷ്യൂ. നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസിൽ വരുന്ന ഇഞ്ചുറിയാണ് വൂണ്ട് എന്ന് പറയുന്നത്, നമ്മുടെ മുറിവ് എന്ന് പറയുന്നത്. വൂണ്ട് 2 തരത്തിലുണ്ട്. ഓപ്പൺ വൂണ്ടും ഉണ്ട്, ക്ലോസ്ഡ് വൂണ്ടും ഉണ്ട്. ഓപ്പൺ വൂണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുറിവ് പറ്റി രക്തം പുറത്തേക്ക് ഒലിക്കുന്ന അവസ്ഥ. ക്ലോസ്ഡ് വൂണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല, നമ്മുടെ ടിഷ്യൂ കടന്ന് നമ്മുടെ പുറമെ ഔട്ടർ ആയിട്ട് നമുക്ക് ഒരു ബ്ലഡും കാണാൻ പറ്റില്ല. അപ്പൊ ഓപ്പൺ വൂണ്ട് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓപ്പൺ വൂണ്ട് തന്നെ പല തരത്തിലുണ്ട്. ഇൻസിഷൻ, ലസറേഷൻ, അബ്രേഷൻ, പങ്ക്ച്വർ, ഗൺഷോട്ട്, പെനട്രേഷൻ. ഓരോന്നും എന്താണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ഷാർപ്പ് എഡ്ജഡ് ഒബ്ജക്റ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇൻസിഷൻ. നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന മുറിവ് എന്ന് പറഞ്ഞാൽ ഇൻസിഷൻ ആണ്. അപ്പൊ വളരെ ഷാർപ്പ് ആയിട്ടുള്ള ബ്ലേഡ് ഉപയോഗിച്ചോ സ്കാൽപ്പൽ ഉപയോഗിച്ചോ നൈഫ് ഉപയോഗിച്ചോ നമ്മുടെ ശരീരത്തിൽ കീറുന്ന അവസ്ഥ, അങ്ങനെ വരുന്നതാണ് ഇൻസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കത്തി കൊണ്ട് ഉണ്ടാകുന്ന മുറിവൊക്കെയാണ് ഇൻസിഷൻസ് എന്ന് പറയുന്നത്. ലസറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ ടിയർ ലൈക്ക് വൂണ്ട്സ് ബൈ സം ബ്ലഡ് ട്രോമ. ചില ബ്ലഡ് ട്രോമ കാരണം ഉണ്ടാകുന്ന വളരെ ഇറഗുലർ ആയിട്ടുള്ള ഒരു വൂണ്ട്സിനെയാണ് ലസറേഷൻസ് എന്ന് പറയുന്നത്. എബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദ സ്കിൻ സ്ക്രാപ്ഡ് ഓഫ്. നമുക്ക് ചിറകില്ലേ,
ഇപ്പൊ നമ്മുടെ ടാറിട്ട റോഡിൽ താഴെ വീഴുന്ന സമയത്തൊക്കെ നമ്മുടെ മുട്ട് ചിരകുന്നത്, അവിടെ നമുക്ക് ബ്ലഡ് വരുന്നുണ്ട്, പക്ഷെ വരുന്ന രീതി വ്യത്യാസം, അവിടെ തൊലി അങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അടുത്തത് പങ്ക്ചർ. പങ്ക്ചർ എന്ന് പറഞ്ഞാല് നമുക്ക് വളരെ ഷാർപ്പ് പോയിന്റഡ് ഒബ്ജക്ട്സ് വല്ലവടെയും കുത്തി കയറുകയാണെങ്കിൽ ഉണ്ടാകുന്ന ചെറിയ ഓപ്പണിങ്. ഉദാഹരണത്തിന് ഇപ്പൊ മുള്ള്, അല്ല വലിയ മുള്ളൊക്കെ ആണെങ്കിൽ നമ്മുടെ കാലിൽ കുത്തി കയറുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഓപ്പണിങ്, അതിനെയാണ് പങ്ക്ചർ എന്ന് പറയുന്നത്. അപ്പോഴും വൂണ്ട് ഉണ്ടാകുന്നു. പിന്നെ ഗൺഷോട്ട്, പേര് പോലെ തന്നെ ബുള്ളറ്റ് കാരണം ഉണ്ടാകുന്ന ഓപ്പൺ വൂണ്ടാണ് ഗൺഷോട്ട് എന്ന് പറയുന്നത്. പിന്നെ പെനട്രേഷൻ. പെനട്രേഷൻ പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള വസ്തു ബോഡിയിലേക്ക് തഴച്ചു കയറുന്നത്, അപ്പൊ കത്തി കുത്തി കയറുന്നത്, അതാണ് പെനട്രേഷൻ. ഇൻസിഷൻ വേറെ, പെനട്രേഷൻ വേറെ. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മുറിവ് ഉണ്ടായി അതിനുശേഷം അത് പോവും, പക്ഷെ മറ്റേത് അങ്ങനെയല്ല. പെനട്രേഷൻ എന്ന് പറയുമ്പോൾ ചെയ്യുന്നത്. അടുത്തത് ക്ലോസ്ഡ് വൂണ്ട്. ക്ലോസ്ഡ് വൂണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് വന്നു, പക്ഷെ സ്കിന്ന് ബ്രേക്ക് ആവാത്തത് കൊണ്ട് തന്നെ അത് ആ രക്തം കൺഫ്യൂഷൻസ്, ഹെമാറ്റോമ, ക്രഷ് ഇഞ്ചുറി, അക്യൂട്ട് വൂണ്ട്, ക്രോണിക് വൂണ്ട്. കൺഫ്യൂഷൻസിനെയാണ് നമ്മൾ സാധാരണ ബ്രൂസസ് എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ബ്രൂസസ്. അപ്പൊ ബ്രൂസസിന്റെ വേറൊരു പേരാണ് കൺഫ്യൂഷൻസ്. ദ ഡാമേജ് ടിഷ്യൂ അണ്ടർ ദ സ്കിൻ. നമ്മുടെ സ്കിന്നിന് താഴെയുള്ള ടിഷ്യൂ ആണ് ഡാമേജ് ചെയ്യുന്നത്. അപ്പൊ ബ്രൂസസിനെയാണ് നമ്മൾ ചതവ് എന്നെല്ലാം പറയുന്നത്. ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ സ്കിന്നിന് താഴെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന അവസ്ഥയാണ് പറയുന്നത്. ക്രഷ് ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരുപാട് നേരം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ക്രഷ് ഇഞ്ചുറി. ഇപ്പൊ ഒരുപാട് നേരം നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ കയ്യോ കാലോ ഒരുപാട് പതിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ലോങ് ടൈം ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബ്ലഡ് കളക്ഷൻ, അത് ഈസ് ക്രഷ് ഇഞ്ചുറി. അക്യൂട്ട് വൂണ്ട് എന്ന് പറഞ്ഞാൽ ടിഷ്യൂനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നാണ്. ക്രോണിക് വൂണ്ട് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഡാമേജിനെ ചെയ്യുന്ന വളരെയധികം സ്ലോ പ്രോസസ് ആണ്. അപ്പൊ ഇത്രയുമാണ് ക്ലോസ്ഡ് വൂണ്ടിൽ വരുന്നത്. അപ്പൊ ക്ലോസ്ഡ് വൂണ്ടിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ബ്രൂസസ് ആണ്. ബ്രൂസസിന്റെ വേറൊരു പേരാണ് കൺഫ്യൂഷൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇങ്ങനത്തെ വൂണ്ട് വന്നാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്? അപ്പൊ വൂണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ബ്ലഡ് ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് ടു കൺട്രോൾ ദ ബ്ലീഡിങ്. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ നിന്നും രക്തം പുറത്തേക്ക് വാർന്നു പോവുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം? വൂണ്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഡയറക്റ്റ് പ്രഷർ കൊടുക്കുക. ആ ഭാഗം എലിവേറ്റ് ചെയ്ത് വെക്കുക. മാക്സിമം ഹാർട്ട് ലെവലിന് മുകളിലേക്ക് ഉയർത്തി വെക്കുക. റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ. ഇത്രയും കാര്യങ്ങളാണ് വൂണ്ട് കെയറിൽ വരുന്ന കാര്യങ്ങൾ. അതുപോലെ ശ്രദ്ധിക്കണം, വൂണ്ട് ഇൻഫെക്ഷൻ നിന്ന് പ്രിവെന്റ് ചെയ്യണം. ഇൻഫെക്ഷൻ വന്നാൽ പിന്നെയും കോംപ്ലിക്കേഷൻസ് കൂടും. ഓപ്പൺ വൂണ്ട് ആവുന്ന സമയത്ത് എൻവറോൺമെന്റുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഫെക്ഷൻ നന്നായി പ്രിവെന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ വൂണ്ട് പെട്ടെന്ന് ഹീൽ ചെയ്യുള്ളൂ. അതുപോലെ വൂണ്ടിന് ചുറ്റുമുള്ള ജേംസിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. ചിലപ്പോൾ ഇഞ്ചുറീസ് സമയത്ത് ജേംസ് ഉണ്ടാവും, അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. ഇത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടാവുന്ന വൂണ്ടൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം. ടെറ്റനസ് ടോക്സൈഡ് TT ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫർദർ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവുകയില്ല. അപ്പൊ വൂണ്ടിന് ശ്രദ്ധിക്കണം ഡയറക്റ്റ് പ്രഷർ. ഡയറക്റ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച കൈകൾ കൊണ്ട് നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നല്ല സ്റ്റെറൈൽ ഡ്രസ്സിംഗ് ഉപയോഗിച്ച് ക്ലീൻ ക്ലോത്ത് കൊണ്ട് ഉപയോഗിച്ച് പ്രഷർ അപ്ലൈ ചെയ്യുക. അങ്ങനെ ബ്ലീഡിങ് നിൽക്കുന്നവരെ ഏകദേശം 10 മുതൽ 30 മിനിറ്റ് വരെ അത് എടുക്കും. അങ്ങനെ ബ്ലീഡിങ് നിൽക്കുന്ന വരെ പ്രഷർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ബ്ലീഡിങ് കൺട്രോൾ ആയതിനു ശേഷം മാത്രം ബാൻഡേജ് കൊണ്ട് ഡ്രസ് ചെയ്യുക. അതിനുശേഷം ആ ഡ്രസ്സിങ് റിമൂവ് ചെയ്യാതിരിക്കുക. അതാണ് ഡയറക്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. എലിവേഷൻ എന്ന് പറയുന്നത് ഉയർത്തി വെക്കുക. വൂണ്ടായ ഭാഗം നമ്മുടെ ഹാർട്ട് ലെവലിനേക്കാളും മുകളിലേക്ക് വെക്കുക. അടുത്ത കണ്ടീഷനാണ് ബ്രൂസസ്. അപ്പൊ ബ്രൂസസ് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്ലോസ്ഡ് വൂണ്ട്. അപ്പൊ ക്ലോസ്ഡ് വൂണ്ട് ആണ് ബ്രൂസസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി വല്ലവിടെയും ബംപ് ചെയ്യുമ്പോഴോ തട്ടുമ്പോഴോ ഇടിക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഒരു തരം മുറിവാണ് ഇത്. ഇതിന്റെ പ്രത്യേകത നമ്മുടെ തൊലി കടന്ന് പുറത്തേക്ക് വരില്ല. നമുക്ക് രക്തം പുറമേക്ക് കാണില്ല, പക്ഷെ അതെന്ത് ചെയ്യും? ബ്ലഡ് ഒരു ക്ലോട്ട് പോലെ നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ നമുക്ക് കാണപ്പെടും. അപ്പൊ കളർ മാറും. അവിടെ ഒരു വയലറ്റ് കളറായിട്ടാണ് നമ്മൾ അവിടുത്തെ ഭാഗം കാണുന്നത്. അപ്പൊ ആ ഒരു ഇടിക്കുന്ന ശക്തിയിൽ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ സോഫ്റ്റ് ടിഷ്യൂ നശിച്ചു പോവുകയും അങ്ങനെ സ്കിന്നിന് താഴെ ഒരു ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവാൻ കാരണം. അപ്പൊ സറൗണ്ടിങ് ടിഷ്യൂസിൽ നിന്നെല്ലാം ബ്ലഡ്സും മറ്റുള്ള ഫ്ലൂയിഡ്സും വന്ന് ആ ഒരു ഏരിയ കളർ മാറുന്നു.
അതുപോലെ തന്നെ സ്വെല്ലിംഗ് സംഭവിക്കുന്നു, വീർക്കുന്നു. അപ്പൊ സ്കിന്നിന്റെ കളറേഷൻ മാറുക, ആദ്യം സ്കിന്ന് റെഡ് ആവും, പിന്നെ മെല്ലെ ഡാർക്ക് റെഡ് ആവും, പിന്നെ നല്ല വയലറ്റ് കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബ്രൂസിന്റെ സൈൻ എന്ന് പറയുന്നത് സ്കിന്നിന്റെ ഡിസ്കളറേഷനും അതുപോലെ തന്നെ ചില സമയത്ത് സ്വെല്ലിങ്ങും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താണ് ബ്രൂസസിന്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്? ബ്രൂസ്ഡ് ബോഡി പാർട്ട് എവിടെയാണോ അതിനെ ഉയർത്തി വെക്കുക, ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. അതിനുശേഷം ബ്രൂസ്ഡ് ബോഡി പാർട്ട് റെസ്റ്റിൽ വെക്കുക, അധികം അനക്കാതെ റെസ്റ്റ് പൊസിഷനിൽ വെക്കുക. അപ്ലൈ ആൻഡ് ഐസ് പാക്ക്, ബ്രൂസിന്റെ അവിടെ എന്ത് ചെയ്യണം? ഐസ് അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്താൽ അതിലുള്ള ഫസ്റ്റ് എയ്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തതാണ് ബേൺ ഇൻഷുറി. അപ്പൊ കട്ട്സ്, വൂൺസ് എന്നാണ് നമ്മൾ പഠിച്ചത്, ബ്രൂസസും പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ബേൺ ഇഞ്ചുറീസിനുള്ള ഫസ്റ്റ് എയ്ഡ് ആണ്. അപ്പൊ എന്താണ് ബേൺ എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും പരിചയമാണ്. ബേൺ എന്ന് പറഞ്ഞാൽ പൊള്ളലാണ്. അപ്പൊ എന്താണ് ഈ പൊള്ളൽ എന്ന് പറയുന്നത്? റേഡിയേഷൻ കാരണമോ, കെമിക്കൽ കാരണമോ, തെർമൽ ഹീറ്റ് കാരണമോ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കാരണമോ നമ്മുടെ സ്കിന്നിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ബേൺ എന്ന് പറയുന്നത്. അപ്പൊ ബേൺ എന്തുകൊണ്ടൊക്കെ ആവാം? തെർമൽ ബേൺ ആവാം. തെർമൽ ബേൺ എന്ന് പറയുമ്പോൾ ചൂടുള്ള വസ്തുക്കൾ നമ്മളെ ടച്ച് ചെയ്യുകയോ, അല്ലെങ്കിൽ തീയില് തട്ടുകയോ, ആവിയിൽ തട്ടുകയോ, ചൂടുള്ള ലിക്വിഡ്സുമായിട്ട് കോണ്ടാക്ട് വരികയോ, അങ്ങനെ തീ കാരണം, നമ്മുടെ തെർമൽ കാരണം നമുക്ക് പൊള്ളലേൽക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് തെർമൽ ബേൺ. ഇലക്ട്രിക്കൽ ബേൺ എന്ന് പറഞ്ഞാൽ മിന്നൽ വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സോഴ്സസ് വഴിയോ നമുക്ക് കോണ്ടാക്ട് വരുന്ന സമയത്ത് കിട്ടുന്ന പൊള്ളലാണ് ഇലക്ട്രിക്കൽ ബേൺ. റേഡിയേഷൻ ബേൺ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് ടാനിങ്, എക്സ്റേസ് അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി ചെയ്ത സമയത്ത് ഉണ്ടാവുന്ന പൊള്ളലാണ് റേഡിയേഷൻ ബേൺ. കെമിക്കൽ ബേൺ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, അതായത് ഇപ്പൊ വലിയ വലിയ ആസിഡ്സ്, ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ നൈട്രിക് ആസിഡ്, അങ്ങനെ കോറോസീവ് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ തട്ടി കൈകൾ പൊള്ളുകയാണ്, കൈകളോ അല്ലെങ്കിൽ ബോഡി പാർട്സോ പൊള്ളുകയാണെങ്കിൽ അതാണ് കെമിക്കൽ ബേൺ. അപ്പൊ ബേണിന് ഒരു പൊതുവെ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് അല്ല പറയുന്നത്, അത് എന്ത് തരം ബേൺ ആണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ഫസ്റ്റ് എയ്ഡ് തീരുമാനിക്കുന്നത്. അപ്പൊ ബേണിന്റെ ടൈപ്സ് എന്തൊക്കെയായിരുന്നു? തെർമൽ ബേൺ, ഇലക്ട്രിക്കൽ ബേൺ, റേഡിയേഷൻ ബേൺ ആൻഡ് ഫൈനലി കെമിക്കൽ ബേൺ. ഓരോ ബേണിനും ഓരോ ഫസ്റ്റ് എയ്ഡ് ആണ് വരുന്നത്. അപ്പൊ ബേൺസിനെ നമുക്ക് അതിന്റെ ഡിഗ്രി അനുസരിച്ചും ഡെപ്ത് അനുസരിച്ചും അതിന്റെ തീവ്രത സിവിയറിറ്റി അനുസരിച്ചും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഡിഗ്രി പ്രകാരം നമുക്ക് അതിനെ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി എന്നാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഡിഗ്രി പറഞ്ഞാൽ ചെറിയൊരു പൊള്ളൽ, സെക്കൻഡ് ഡിഗ്രി പറഞ്ഞാൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ളത്, തേർഡ് ഡിഗ്രി പറയുമ്പോൾ വളരെ മാരകമായിട്ടുള്ളത്, ഫോർത്ത് ഡിഗ്രി പറഞ്ഞാൽ അൾട്ടിമേറ്റ് ലെവൽ ഓഫ് ബേണിംഗിനെയാണ് ഫോർത്ത് ഡിഗ്രി എന്ന് പറയുന്നത്. ഡെപ്ത് എത്രത്തോളം അത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് ആ പൊള്ളൽ, എത്ര ലെയേഴ്സിനെ അത് നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ സൂപ്പർഫിഷ്യൽ ബേൺ, പാർഷ്യൽ ബേൺ, പാർഷ്യൽ തിക്നെസ് ബേൺ, ഫുൾ തിക്നെസ് ബേൺ, ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. സിവിയറിറ്റി പ്രകാരം നമ്മൾ എന്താ പറയാ? മൈൽഡ് ബേൺ, ചെറിയൊരു പൊള്ളൽ, മോഡറേറ്റ് ബേൺ, കുറച്ചും കൂടെ നല്ലൊരു പൊള്ളൽ, പിന്നെ സിവിയർ ബേൺ, വളരെ മാരകമായിട്ടുള്ള പൊള്ളൽ. ഇങ്ങനെയാണ് ബേണിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ആദ്യത്തെയാണ് ഫസ്റ്റ് ഡിഗ്രി ബേൺ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ബേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയറിനെ അഫക്ട് ചെയ്യുന്ന ബേണിനെയാണ് ഫസ്റ്റ് ഡിഗ്രി ബേൺ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ബേൺ എന്ന് പറയുന്നത്. അതായത് സ്കിന്നിന്റെ എപ്പിഡെർമിസിനെയാണ് അത് ബാധിക്കുന്നത്. കൂടുതലും നമ്മുടെ സൂര്യനിൽ നിന്നുള്ള പൊള്ളലെല്ലാം ഫസ്റ്റ് ഡിഗ്രി ബേൺ, ഔട്ടർ ലെയർ മാത്രമേ അഫക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എങ്കിൽ പൊള്ളൽ വന്നാൽ നമ്മുടെ സ്കിന്ന് റെഡ് കളർ ആവും, അതിനുശേഷം ചെറിയ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും, തൊടുന്ന സമയത്ത് പെയിൻ ഉണ്ടാവും. ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ ഇത് ഹീൽ ചെയ്യാനുള്ള പതിവ്. അവിടെ സ്കാറിങ്, അതായത് അടയാളമോ അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ബേണിംഗ് സോഴ്സ് റിമൂവ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ സൂര്യനാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലാത്ത വല്ല ബേണിംഗ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ അത് ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ആ സോഴ്സ് ഓഫ് ബേണിൽ നിന്നും ആ വിക്ടിമിനെ അവിടെ നിന്ന് മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയ മൊത്തം കൂൾ ചെയ്യുക, വാട്ടർ ഉപയോഗിച്ച് നന്നായി കൂൾ ചെയ്യുക, അല്ലെങ്കിൽ ടവൽസോ ഷീറ്റ്സോ വാട്ടറിൽ മുക്കിയതിനു ശേഷം അഫക്റ്റഡ് ഏരിയയിൽ കവർ ചെയ്ത് വെക്കുക. ഗ്ലൗസ് ഉപയോഗിക്കുക, ആ ഏരിയ വളരെ ഡ്രൈ ആയിട്ടുള്ള സ്റ്റെറൈൽ ബാൻഡേജസ് ഉപയോഗിച്ച് കവർ ചെയ്യുക. അത്രയുമാണ് ഫസ്റ്റ് ഡിഗ്രി ബേണിന്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി ബേണിന്റെ വരുന്നതാണ് പാർഷ്യൽ തിക്നെസ് ബേൺ. ഇവിടെ രണ്ട് ലെയേഴ്സിനെയാണ് ബാധിക്കുന്നത്, എപ്പിഡെർമിസിനെയും ഡെർമിസിനെയും. കുറച്ചും കൂടെ ഉള്ളിലേക്കാണ് പൊള്ളൽ ബാധിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? സെക്കൻഡ് ഡിഗ്രിക്ക് ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകുന്നു, വലിയ വലിയ പൊള്ളങ്ങൾ ഉണ്ടാകുന്നു, അതിൽ നിന്ന് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ആകുന്നു, സ്കിൻ കുറച്ചും കൂടെ നനവ് ഉള്ള പോലെ ഫീൽ ചെയ്യും. ഇതിന്റെ ഡിഗ്രി കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരു മാസം എടുക്കും അത് ഹീൽ ചെയ്യാൻ. ചെറിയ ചെറിയ അടയാളങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എത്രയും വേഗം, ബേൺസ് വലുതാണെങ്കിൽ ഇപ്പൊ മുഖത്തോ അല്ലെങ്കിൽ കൈകളിലോ ഒക്കെ ആണെങ്കിൽ എത്രയും വേഗം മെഡിക്കൽ കെയർ എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്.
അതുപോലെ ബേൺഡ് ഏരിയ വാട്ടർ വെച്ചിട്ടും ക്ലോത്ത്സ് വെച്ചിട്ടും കൂൾ ചെയ്യുക. പിന്നെ ഉണ്ടാകുന്ന ബ്ലിസ്റ്റേഴ്സ്, ഈ പൊള്ളകൾ ഒരിക്കലും നമ്മൾ പൊട്ടിക്കരുത്, ടിഷ്യൂസ് ഒന്നും റിമൂവ് ചെയ്യരുത്. ആ ഏരിയ ഡ്രൈ സ്റ്റെറൈൽ ബാൻഡേജസ് ഉപയോഗിച്ച് ലൂസായിട്ട് കവർ ചെയ്യുക. ബേൺഡ് ഏരിയ പറ്റുമെങ്കിൽ ഹാർട്ട് ലെവലിന് മുകളിൽ എലിവേറ്റ് ചെയ്ത് വെക്കുക. അടുത്തതെന്ന് പറയുമ്പോൾ 3rd ഡിഗ്രി ബേൺ. നമുക്ക് പിക്ചറിൽ കാണുമ്പോൾ തന്നെ ഏകദേശം 3 ലെയേഴ്സ് ഓഫ് സ്കിൻ ആണ് അത് ബാധിക്കുന്നത്. ഫാറ്റ്സ്, മസിൽസ്, ബോൺസ്, നെർവ്സിനെ വരെ അത് ബാധിക്കുന്നുണ്ട്. സ്കിൻ വളരെ ഡാർക്ക് ആയിട്ടും ചാർഡ് ആയിട്ട് വളരെ കറുത്തതായിട്ട് കാണപ്പെടുന്നു. അപ്പൊ ആ അണ്ടർലൈൻ ടിഷ്യൂസ് ഒക്കെ വൈറ്റ്, കാരണം അവിടെ ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല, അപ്പൊ അവിടുത്തെ ടിഷ്യൂസ് ഒക്കെ വൈറ്റ് ആയിട്ട് കാണുന്നു. വളരെ പെയിൻഫുൾ ആണ്. നെർവ്സ് നശിക്കുന്ന വരെ ആ ഒരു ബേൺ എന്ന് പറയാൻ വളരെ പെയിൻഫുൾ ആണ്. നെർവ്സ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൺവേ ചെയ്യാൻ ആരും ഇല്ലല്ലോ, അപ്പോൾ ആ പെയിൻ നമുക്ക് അറിയില്ല. പല മാസങ്ങൾ എടുക്കും, പെർമനന്റ് സ്കാറിങ് സംഭവിക്കും. ചിലവർക്ക് സ്കിൻ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ആവശ്യം വരും. ഇതിന് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കെയർ കൊടുക്കുക. അതുപോലെ തന്നെ റെസ്ക്യൂ ബ്രീത്ത്സ്, ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ റെസ്ക്യൂ ബ്രീത്ത്സ് ആവശ്യമെങ്കിൽ കൊടുക്കുക. ഒരിക്കലും ആ പൊള്ളലേറ്റ ഭാഗത്തു നിന്നും ക്ലോത്ത്സ് ഒന്നും റിമൂവ് ചെയ്യരുത്, പിടിച്ച ക്ലോത്ത് ഒന്നും റിമൂവ് ചെയ്യരുത്, ബ്ലിസ്റ്റേഴ്സ് ഒന്നും ബ്രേക്ക് ചെയ്യരുത്, ടിഷ്യൂസ് റിമൂവ് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ആ തണുത്ത ഏരിയയിലേക്ക് ഒന്നും കോൾഡ് ആയിട്ട് ഒന്നും അപ്ലൈ ചെയ്യരുത്, കാരണം മുമ്പ് പറഞ്ഞ പോലെയല്ല, ഇത് വളരെ മാരകമായിട്ടുള്ള ഒരു പൊള്ളലാണ്. ആ ഏരിയ സ്റ്റെറൈൽ അല്ലെങ്കിൽ ഡ്രൈ ബാൻഡേജസോ ക്ലീൻ ക്ലോത്തോട് വളരെ ലൂസ് ആയിട്ട് മാത്രം കവർ ചെയ്ത് വെക്കുക. അപ്പൊ പൊതുവെ ബേൺസ്, ഈ തെർമൽ ബേൺസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള ആദ്യത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ബെഡിൽ നിന്ന് ഒരിക്കലും സ്മോക്ക് ചെയ്യരുത്. അത് വളരെയധികം അപകടമാണ്. ഇതുപോലെ ചൂടുള്ള ഒബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ പോട്ട് ഹാൻഡിൽസ് എല്ലാം സ്റ്റൗവിന്റെ ബാക്കിലേക്ക് ടേൺ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ തുണികൾ തീ പിടിച്ചു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഓടരുത്. ഓടിക്കഴിഞ്ഞാൽ ആ ഓടുന്ന ആ വേഗത്തിലുള്ള കാറ്റ് അത് തട്ടി തീ പിന്നെയും ആളി കത്തുകയും അത് പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാവുകയും ചെയ്യും. ഇനി ഇൻ കേസ് നമ്മുടെ തുണികളിൽ തീ പിടിക്കുകയാണെങ്കിൽ ഈ കാര്യം ഓർക്കുക, സ്റ്റോപ്പ്, ഡ്രോപ്പ്, പ്രോ. അവിടെ നിൽക്കുക, താഴെ വീണ് കിടന്ന് ഉരുളുക, അപ്പോൾ തീ അണയും. അതാണ് ആ ഫ്ലെയിംസ് സ്മോത്ത് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ. ഒരിക്കലും അതും വെച്ചിട്ട് ഓടാൻ പാടില്ല. ഇനി ഫ്ലെയിംസ് സ്മോത്ത് ചെയ്യുക പറഞ്ഞാൽ അണയ്ക്കുക. നമുക്ക് തീ അണയ്ക്കാൻ വേണ്ടി ബ്ലാങ്കറ്റോ റഗോ കോട്ടോ ഒക്കെ ഉപയോഗിക്കാം. വെള്ളം ഉപയോഗിച്ച് നമുക്ക് സ്കിന്നിനെയും ഫയറിനെയും ഒക്കെ കൂൾ ചെയ്യാൻ പറ്റും. അടുത്തതാണ് കെമിക്കൽ ബേൺ. കെമിക്കൽ ബേൺ എന്ന് പറഞ്ഞാല് കെമിക്കൽസ് നമ്മുടെ സ്കിന്നിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോഡി പാർട്സിലേക്കോ സ്പ്ലാഷ് ചെയ്യുകയാണെങ്കിൽ അതാണ് കെമിക്കൽ ബേൺ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 20 മിനിറ്റോളം വളരെ വലിയ ഒരു അളവിൽ തന്നെ വെള്ളം ഉപയോഗിച്ച് ആ ഏരിയ നന്നായി വാഷ് ചെയ്യുക. അതാണ് ഏറ്റവും ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ കണ്ടാമിനേറ്റഡ് ക്ലോത്തിങ് നമുക്ക് റിമൂവ് ചെയ്യാം, ബേൺഡ് ഏരിയ നമുക്ക് കവർ ചെയ്യാം, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ. ആവശ്യമെങ്കിൽ നമുക്ക് മെഡിക്കൽ ഹെൽപ്പ് അന്വേഷിക്കാം. ഇപ്പൊ കെമിക്കൽ ബേണിന്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ വാഷ് ദ ഏരിയ വിത്ത് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഫോർ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ്. അതാണ് ഏറ്റവും വലിയ കാര്യം. വാട്ടർ വെച്ച് നന്നായി വാഷ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഇലക്ട്രിക്കൽ ബേൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സോഴ്സസ് വഴിയുള്ള ബേൺ ആണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെയല്ല, വ്യത്യാസമുണ്ട്. നമുക്ക് ആ വിക്ടിമിനെ തൊടാനോ ഒന്നും സാധിക്കാത്തൊരു കാരണം, കാരണം തൊട്ട് കഴിഞ്ഞാൽ നമുക്കും കൂടി ആ ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് കൺവേ ചെയ്ത് പോകണം. അപ്പൊ അങ്ങനെ ഒരു ബേൺ ഉണ്ടായാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ആ വിക്ടിമിനെ തൊടാതിരിക്കാൻ ശ്രമിക്കുക. പവർ ഓഫ് ചെയ്തതിനു ശേഷം മാത്രം ആ വിക്ടിമിന്റെ അടുത്തേക്ക് പോവുക. ഇനി ഇൻ കേസ് ബ്രീത്തിങ് ഇല്ല, പൾസ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, ആ വിക്ടിം അൺകോൺഷ്യസ് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് ഒക്കെ കൊടുക്കാം. വല്ല ഇഞ്ചുറീസ് ഉണ്ടോ, ചില സമയത്ത് ഇത് ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തെറിച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ കയ്യോ കാലിന്റെ എല്ലോ വല്ലതും ഫ്രാക്ചർ ഉണ്ടോ, അപ്പൊ അങ്ങനത്തെ ഇഞ്ചുറീസ് ഉണ്ടോ എന്ന് നോക്കുക. ഒരിക്കലും വിക്ടിമിനെ അനക്കരുത്. പല ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനക്കിയാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും. ഒരിക്കലും ബേണിനെ കൂൾ ചെയ്യരുത്. അത് ഇലക്ട്രിക്കൽ സോഴ്സ് ആണ്, നമ്മുടെ തീ അല്ല. അതുകൊണ്ട് തന്നെ അത് കൂൾ ചെയ്യാൻ നിൽക്കരുത്. ആവശ്യമെങ്കിൽ റെസ്ക്യൂ ബ്രീത്തിങ് കൊടുക്കുക. എത്രയും വേഗം അതൊരു ആ വിക്ടിമിനെ അടുത്തുള്ള നിയറസ്റ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് മാറ്റുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ ബേണിന് ചെയ്യേണ്ടത്. ഇപ്പൊ ബേൺസിനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കൂൾ വിത്ത് കോൾഡ് റണ്ണിങ് വാട്ടർ ഫോർ 20 മിനിറ്റ്സ്. ആദ്യം തന്നെ വെള്ളത്തിൽ നന്നായി കഴുകുക. എന്തെങ്കിലും ജ്വല്ലറി നമ്മൾ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്താണ് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് സ്വെല്ലിങ്ങിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗം വളരെ ക്ലീൻ ആയിട്ടുള്ളത് കൊണ്ട് കവർ ചെയ്ത് വെക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു സ്റ്റെറൈൽ അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സിംഗ് കൊണ്ട് നമുക്ക് ചെയ്യാം. മെഡിക്കൽ ഹെൽപ്പ് ഇതാക്കുക. സിവിയർ ബേൺ ആണെങ്കിൽ എത്രയും വേഗം എമർജൻസി കോൾ സർവീസിൽ വിളിക്കുക. ഒരിക്കലും പൊള്ളലിൽ ഐസ് വെക്കരുത്, അത് ശ്രദ്ധിക്കണം. ബ്ലിസ്റ്റേഴ്സ് ഒരിക്കലും പൊട്ടിക്കരുത്, പൊള്ളങ്ങൾ ഒരിക്കലും പൊട്ടിക്കരുത്. വളരെ ടൈറ്റ് ആയിട്ട് ഒരിക്കലും ഡ്രസ് ചെയ്യരുത് ബേൺസിലൊന്നും.
പിന്നെ ബേൺസ് കാരണം വല്ല ക്ലോത്ത്സും അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യരുത്. നമ്മൾ അറിയാതെ എന്തെങ്കിലും ലോഷൻസോ ക്രീംസോ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ബേൺസിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത്രയും ഫസ്റ്റ് എയ്ഡ്സ് ആണ് നമുക്ക് പാലിക്കേണ്ട കാര്യങ്ങൾ. വൂൺസ്, കട്ട്സ്, അതുപോലെ തന്നെ ബ്രൂസസ്, ബേൺസ്, ഇത്രയും ബേസിക് ഫസ്റ്റ് എയ്ഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.